+1 റിസൾട്ട് വന്നു. നിങ്ങളിൽ പല ആളുകളും ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, +1 ചില സബ്ജക്റ്റിന് ടെക്സ്റ്റ് ബുക്ക് ഇക്കൊല്ലം മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണോ പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണോ എന്ന്. അത് ക്ലിയർ ആണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ സംശയമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അതുപോലെ തന്നെ നിങ്ങളുടെ +1 മാർക്ക് എത്രയാണ്, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്, ഇംഗ്ലീഷ്, ലാംഗ്വേജ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈ സബ്ജക്റ്റുകളുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കൊല്ലം മാറിയിട്ടുണ്ട്. അപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണോ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചാണോ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക എന്നുള്ള സംശയം പലർക്കുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ +1 പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ഏതാണ്, അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് നടക്കുക, ഇംപ്രൂവ്മെന്റ് എക്സാം. അപ്പൊ നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ഏതാണോ, അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ +1 പഠിച്ച പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടക്കുക, ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. അപ്പൊ 3 വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും മോസ്റ്റ് പ്രോബബിൾ എന്തുണ്ടാവുക, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുക. 3 വിഷയങ്ങൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ +1 പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ഏതാണോ ആ പഴയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് നടക്കുക, ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. അപ്പോൾ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംപ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്, അതിന് കൂടെ നിങ്ങൾക്ക് +2 നടക്കുന്നുണ്ട്. ഈ +2 ഇംപ്രൂവ്മെന്റും കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അതിനാണ് എഡ്യൂപോഡിന്റെ എന്ത് ബാച്ച്, എഡ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് കേട്ടോ. നിങ്ങൾക്ക് എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുക. പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കഴിഞ്ഞ വർഷം നിങ്ങൾ +1 പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ഏതാണോ ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റും അതേപോലെ തന്നെ +2 ക്ലാസ്സുകളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ എഡ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. അതായത് +2 ക്ലാസ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് എന്തായിട്ട് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും മക്കളെ, ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ദിവസം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നോ ടെൻഷൻ, നോ വെറീസ്. ഡെയിലി നിങ്ങൾ 1.5 മണിക്കൂർ ഇംപ്രൂവ്മെന്റിനായിട്ടും 2.5 മണിക്കൂർ +2 പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുക. ഇംപ്രൂവ്മെന്റും +2 കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എഡ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ.